السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരന്മാരെ, സഹോദരികളെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ ഒരു മാസത്തെ റമളാനിലെ ഇബാദത്തുകൾ പൂർത്തിയാക്കി അള്ളാഹുവിനുള്ള നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് എന്ന് അള്ളാഹുവിനെ പുകഴ്ത്തിക്കൊണ്ട് നാം ഈദുൽ ഫിത്ർ ആഘോഷിക്കുകയാണ്. വളരെ അപൂർവമായി വീണുകിട്ടുന്ന ഒരു അവസരമാണ് മുസ്ലിം ലോകം ഒന്നായി പെരുന്നാൾ ആഘോഷിക്കുക എന്ന് പറയുന്നത്. ഇന്ന് മനസ്സിലാക്കിയിടത്തോളം ലോക മുസ്ലിങ്ങൾ ഈദുൽ ഫിത്ർ ആഘോഷിക്കുകയാണ്. നമ്മുടെ വടക്കേന്ത്യയിൽ എന്താണ് സ്ഥിതി എന്നറിയില്ല. ഏതായിരുന്നാലും വളരെ സന്തോഷത്തിന്റെ ഒരു ദിവസമാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റമളാനിൽ നാം മനസ്സിലാക്കിയതുപോലെ നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം രണ്ട് സന്തോഷമുണ്ട്. ഒന്ന് ഹീന യുഫ്തിർ, അത് നോമ്പ് മുറിക്കുമ്പോഴാണ്. രണ്ടാമത്തേത് നാളെ അവന്റെ റബ്ബിനെ കണ്ടുമുട്ടുമ്പോഴാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി. നോമ്പ് മുറിക്കുക എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും നോമ്പ് നോറ്റ് നമ്മൾ അവസാനിപ്പിക്കുന്നത്, നോമ്പ് തുറക്കുന്നത്, അത് നോമ്പ് മുറിക്കലാണ്. ഈദുൽ ഫിത്ർ, ഫിത്റിന്റെ പെരുന്നാൾ എന്ന് പറയാൻ കാരണം ഒരു മാസത്തെ നോമ്പ് പൂർത്തിയാക്കി നോമ്പ് മുറിച്ച് ഇന്ന് ഈദ് ആഘോഷിക്കുകയാണ്. അപ്പൊ ആ അർത്ഥത്തിൽ ഇന്നും ഹീന യുഫ്തിർ, നോമ്പ് മുറിക്കുന്ന, അതായത് ഒരു മാസത്തെ വ്രതാനുഷ്ഠാനം അവസാനിപ്പിക്കുന്ന ദിവസം എന്നുള്ള നിലക്ക് നമ്മൾ സന്തോഷിക്കുന്നു. ആ സന്തോഷം കളിയോ വിനോദമോ അല്ലെങ്കിൽ ഹറാമായ കാര്യങ്ങളോ അല്ല, മറിച്ച് അള്ളാഹുവിനെ പ്രകീർത്തിച്ചുകൊണ്ടും ഒരു പ്രത്യേകമായ നമസ്കാരം നിർവഹിച്ചുകൊണ്ടും അള്ളാഹുവിന് നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് ഇബാദത്തിലൂടെയാണ് മുസ്ലിങ്ങൾ ആഘോഷങ്ങൾ നടത്തേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതിന്റെ ഭാഗമായുള്ള ആ ഫർഹത്തുൻ ഹീന യുഫ്തിർ, ആ ഒരു സന്തോഷ പ്രകടനത്തിലാകുന്നു നമ്മളുള്ളത്. ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ നമ്മുടെ റമളാനിലെ പ്രത്യേകമായ ചിട്ടവട്ടങ്ങളും കൃത്യനിഷ്ഠകളും ആരാധനയുമായും പള്ളികളുമായും ഉള്ള നമ്മുടെ ബന്ധങ്ങളും സമയത്തെക്കുറിച്ചുള്ള ഓർമ്മകളുമൊക്കെ പരമാവധി നമ്മൾ പാലിച്ചുകൊണ്ടാണ് റമളാനിനോട് വിട പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു അവസരത്തിൽ നമ്മളിനി പഴയ ജീവിതത്തിലേക്ക്, അതായത് ജോലി തിരക്കുകളിലേക്ക്, അധ്വാനങ്ങളിലേക്ക്, കച്ചവടം, കൃഷി, മറ്റ് വ്യവസായങ്ങൾ, ഇങ്ങനെയുള്ള നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ദുനിയാവിനോട് ഈ ഒരു റമളാനിൽ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ബന്ധത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. പക്ഷേ ഇവിടെ സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനെ മറന്നുകൊണ്ട് അല്ലെങ്കിൽ റമളാനിൽ കൈവരിച്ച നേട്ടങ്ങൾ ഒഴിവാക്കിക്കൊണ്ടുള്ള ദുനിയാവിലേക്കുള്ള ഒരു പോക്ക് വിശ്വാസിക്ക് റമളാനിൽ അള്ളാഹുവിന്റെ വജ്ഹുദ്ദേശിച്ച് സ്വർഗം നോമ്പനുഷ്ഠിച്ച വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകാൻ പാടില്ല എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു കച്ചവടമുണ്ട്, ആ കച്ചവടത്തിൽ നല്ല ലാഭം കിട്ടുന്ന കച്ചവടമാണ് എന്ന് പറഞ്ഞാൽ എല്ലാവരും ഓടിച്ചെല്ലും. അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ദുനിയാവിന്റെ കച്ചവടവും പരലോകത്തിന്റെ കച്ചവടവും രണ്ട് തരം കച്ചവടങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നമ്മളൊക്കെ പലപ്പോഴും കേൾക്കുന്ന സൂറത്തു സഫിലെ 10, 11, 12 വചനങ്ങളിൽ സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് അള്ളാഹു ചോദിക്കുന്നത്, നിങ്ങൾക്ക് ഒരു കച്ചവടത്തെക്കുറിച്ച് ഞാൻ അറിയിച്ചു തരട്ടെയോ? പക്ഷെ ആ കച്ചവടം അവിടെ നിർത്തിയില്ല. തുൻജീകും മിൻ അദാബിൻ അലീം, നരകവേദനയുള്ള ശിക്ഷയിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തുന്ന ഒരു കച്ചവടം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെയോ? അതേതാ കച്ചവടം? നീതി പാലിച്ച് അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കാതെ കച്ചവടം നടത്തിയാൽ സ്വർഗത്തിൽ പോകുമോ? അത് സ്വർഗം കിട്ടും, അതൊരു വേറെ വിഷയമാണ്. പക്ഷെ ഇവിടെ അള്ളാഹു പരിചയപ്പെടുത്തിയ ഒരു കച്ചവടമുണ്ട്. ആ കച്ചവടം എന്താ? തൊട്ടടുത്ത ആയത്ത്, നിങ്ങൾ അള്ളാഹുവിലും അവന്റെ പ്രവാചകനിലും വിശ്വസിക്കുക, അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ്, സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും ജിഹാദ് നടത്താൻ തയ്യാറാവുക. ദാലിക ഖൈറുൽ ലക്കും ഇൻ കുന്തും തഅലമൂൻ, നിങ്ങൾ അറിയുന്നു, മനസ്സിലാക്കുന്നുവെങ്കിൽ അതാകുന്നു നിങ്ങൾക്ക് ഏറ്റവും ഉത്തമം. അപ്പൊ ഇതാണ് കച്ചവടം. വെറും ഭൗതികമായ കച്ചവടമല്ല. അള്ളാഹു ലാഭം കിട്ടാൻ അല്ലെങ്കിൽ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അള്ളാഹു നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെയോ? അതിനാണ് അങ്ങനെ ചോദ്യം, ഒരു ചോദ്യം പിന്നെ ഉത്തരം. അപ്പൊ ഈ ക്ലാസ് ഒക്കെ എടുക്കുന്ന ആൾക്കാർ കാണാം, ചോദ്യം ചോദിക്കുക കുട്ടികളോട്, എന്നിട്ട് കുട്ടികളെ കൊണ്ട് ഉത്തരം പറയിപ്പിക്കുക, അങ്ങനെ വിഷയത്തിലേക്ക് പോകുക. എന്തിനാ? കുട്ടികളുടെ ശ്രദ്ധ ആകർഷിക്കാനാണ്. ഈ ഒരു ശൈലി
മനുഷ്യൻ കണ്ടെത്തിയതല്ല. അള്ളാഹു ഖുർആനിലും നബിന്റെ വാക്കുകളിൽ നമുക്ക് കാണാൻ പറ്റും. ചോദിച്ച് താല്പര്യം പ്രകടിപ്പിച്ച് വിഷയത്തിലേക്ക് കൊണ്ടുപോകുന്നു. ഹൽ അദുല്ലുക്കും, നിങ്ങൾക്ക് ഞാൻ അറിയിച്ചു തരട്ടെയോ ഒരു കച്ചവടത്തെക്കുറിച്ച്. എന്നിട്ട് അള്ളാഹ് പറയാൻ ആ കച്ചവടം ഇന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെ അള്ളാഹുവിലും പ്രവാചകരിലും വിശ്വസിച്ച് അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് നടത്തി, ജിഹാദ് പറഞ്ഞാൽ സ്വന്തത്തെ അള്ളാഹുവിന്റെ മാർഗത്തിൽ പിടിച്ചു നിർത്തലും പിശാചിന്റെ മാർഗത്തിൽ നിന്നും തടയലും, അങ്ങനെ സ്വന്തത്തിൽ തുടങ്ങുന്ന ജിഹാദാണ് ഒന്നാമത്തെ ജിഹാദ്. അവനവനെ നന്നാക്കുക, ശൈത്താനെ നേരിടുക, കുടുംബത്തെ നന്നാക്കുക, എന്നിട്ടാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ ആയുധമെടുത്തുള്ള യുദ്ധം എന്ന് പറയുന്നത്. അതതിന്റെ മൂന്നാമത്തെ ഘട്ടമാണ്. പണ്ഡിതന്മാർ അത് വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ നാം നമ്മിൽ തുടങ്ങുക, അങ്ങനെ ഈ കച്ചവടത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കണം. അതുപോലെ തന്നെ സൂറത്തുൻ നൂറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫീ ബുയൂത്തിൻ അദ്നല്ലാഹു അൻ തുർഫഅ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ ഭവനങ്ങൾ, മസ്ജിദുകളെ സംബന്ധിച്ച് അള്ളാഹു പരിചയപ്പെടുത്തുന്നു. ആ മസ്ജിദുകൾ സവിശേഷത എന്താണ്, എന്തിനു വേണ്ടി നിർമ്മിക്കപ്പെട്ടതാണ്, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. തൊട്ടടുത്ത ആയത്തിൽ റിജാലുൻ ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ, ആ പള്ളിയുമായി ബന്ധപ്പെടുന്ന ആളുകൾ ആരാണ്? റിജാലുൻ, ചില ആളുകളാണ്. ഇവിടെ പുരുഷന്മാർ എന്നല്ല അർത്ഥം. ഈ ആയത്തെ കൂതിയിട്ട് ആണുങ്ങളെ കുറിച്ചാണ് ആണിനെ കുറിച്ചാണ് പള്ളിയുമായി ബന്ധപ്പെടുത്തി പറഞ്ഞത്. അതുകൊണ്ട് പെണ്ണിനെ കുറിച്ച് പള്ളിയുമായി ചേർത്ത് പറഞ്ഞിട്ടില്ല എന്ന ആളുകൾ പറയാറുണ്ട്, ചില ആളുകൾ. എന്നാൽ റിജാലുൻ എന്ന് പറഞ്ഞാൽ ആളുകൾ എന്നാണ്. ആ പള്ളിയിൽ ചില ആളുകളുണ്ട്, ആണും പെണ്ണും പെടും. ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ, കച്ചവടമോ വ്യാപാരമോ അവരെ അള്ളാഹുവിനെ ഓർക്കുന്നതിൽ നിന്നും നമസ്കാരം നിലനിർത്തുന്നതിൽ നിന്നും സക്കാത്ത് കൊടുക്കുന്നതിൽ നിന്നും ആ ആളുകളെ തടയുകയില്ല. മറിച്ച് ഹൃദയങ്ങൾ മാറിമറിഞ്ഞു പോകുന്ന, കണ്ണുകൾ മാറിമറിയുന്ന ഒരു ദിവസത്തെ ഭയപ്പെട്ട് ജീവിക്കുന്നവരാകുന്നു ആ പള്ളിയിലുള്ള ആളുകൾ. അപ്പൊ നോക്കൂ, നമുക്ക് ദുനിയാവുമായി ബന്ധപ്പെടുന്നതോടൊപ്പം തന്നെ ഭൗതിക കച്ചവടങ്ങളും ജോലികളും ഒക്കെ നടത്തുന്നതോടൊപ്പം തന്നെ അള്ളാഹു പഠിപ്പിച്ച ആ കച്ചവടം നിലനിർത്തുവാനും, ദുനിയാവിന്റെ കച്ചവടത്തിന്റെ പേരിൽ അള്ളാഹുവിനെ ഓർക്കുന്നത്, ദിക്റുല്ലാഹ്, അള്ളാഹുവിനെ ഓർക്കൽ, അത് വെറും ദിക്റല്ല, മനസ്സിലും നാവിലും ജീവിതത്തിലും അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയുണ്ടാവുക. നമസ്കാരം വേറെ പിന്നെ പറഞ്ഞിട്ടുണ്ട്, നമസ്കാരം നിലനിർത്തുക. അങ്ങനെ ജീവിക്കുന്ന ആളുകളാകുന്നു ഈ പള്ളിയിലുള്ളവർ. അപ്പോ അങ്ങനെയുള്ള കച്ചവടമാണ് നമ്മൾ നിലനിർത്തേണ്ടത്. ദുനിയാവും ആവശ്യത്തിന് വേണം. മറ്റൊരു സ്ഥലത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ഫാത്തിറിലെ 29-ാമത്തെ ആയത്തിൽ ഇന്നൽ ലദീന യത്ലൂന കിതാബല്ലാഹ്, അള്ളാഹുവിന്റെ ഖുർആനിനെ ഓതുകയും, ഇത് റമളാനിൽ മാത്രമല്ല, ഓതിക്കൊണ്ടിരിക്കുകയും ഓതുന്നവരും നമസ്കാരം നിലനിർത്തുന്നവരും നാം നൽകിയിട്ടുള്ളതിൽ നിന്ന് രഹസ്യമായും പരസ്യമായും ചെലവഴിക്കുകയും ചെയ്യുന്നവർ. ആവർത്തിക്കേണ്ടതില്ല. ഇവിടെ ഒന്നാമത് പറഞ്ഞെന്താ? ഖുർആൻ പാരായണം ചെയ്യുക, നമസ്കാരം നിലനിർത്തുക, നൽകേണ്ട കാര്യങ്ങൾ നൽകുക. ഈ ആളുകളെ കുറിച്ച് അള്ളാഹു പറഞ്ഞത് യർജൂന തിജാറത്തൻ ലൻ തബൂർ, ഒരിക്കലും നഷ്ടം സംഭവിക്കാത്ത ഒരു കച്ചവടത്തെ പ്രതീക്ഷിക്കുന്നവരാകുന്നു ആ ആളുകൾ. ഏതാളുകൾ? ഖുർആൻ ഓതുന്നവർ, നമസ്കാരം നിലനിർത്തുന്നവർ, അതുപോലെ തന്നെ അള്ളാഹു നൽകാൻ ആവശ്യപ്പെട്ടത് നൽകുന്ന ആളുകൾ. ഇവരാണ് യഥാർത്ഥ നഷ്ടം സംഭവിക്കാത്ത കച്ചവടത്തിന്റെ ആളുകൾ. ബാറയബൂർ ബൗറൻ എന്ന് പറഞ്ഞാൽ നശിക്കുക എന്നാൽ, തിജാറത്തൻ ലൻ തബൂർ, ഒരിക്കലും നശിക്കാത്ത കച്ചവടം. എത്ര കച്ചവടക്കാർ ഈ ഇരിക്കുന്ന കൂടെ തന്നെ ഒരുപാട് കച്ചവടക്കാരും ബിസിനസ്സുകാരൊക്കെ ഉണ്ടാവും. ഏത് അപൂർവം ആളുകൾക്കാണ് കച്ചവടം ചെയ്യാനുള്ള ഭാഗ്യമുണ്ടാകുന്നത്. പണം ഉണ്ടായിട്ട് കാര്യമില്ല, അതിലേക്കൊരു താല്പര്യവും അതിന്റെ റൂട്ടും മനസ്സിലാക്കണം. ഇത് രണ്ടും ഉണ്ടായിട്ട് പൈസ ഇല്ലാത്ത ആളുകളുണ്ട്, രണ്ടും കൂടി ഉണ്ടായിട്ട് വിജയിക്കാത്ത ആളുകളുണ്ട്. അപൂർവം ആളുകൾ കച്ചവട രംഗത്തേക്ക് ഇറങ്ങുന്നു, ചിലർക്ക് നേട്ടമുണ്ടാകുന്നു, ഒരുപാട് ആളുകൾ പൊളിഞ്ഞ് പാപ്പറടിച്ചു പോകുന്നു. നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ നമുക്ക് കാണാം. വലിയ വലിയ സൂപ്പർ മാർക്കറ്റുകൾ കടന്നു വരുമ്പോൾ ചെറുകിടക്കാരൻ പട്ടിണിയിലാവുകയാണ്. ഇപ്പൊ ഈ ഹൈവേ വന്നപ്പോ തന്നെ ഒരുപാട് അങ്ങാടികൾ പോയി, കച്ചവടമില്ലാതായി പോയി, അതുവരെയുള്ള വരുമാന മാർഗം നിന്നുപോയി. എന്നാൽ ഒരിക്കലും നഷ്ടം സംഭവിക്കാത്ത ഒരു കച്ചവടം ഈ കച്ചവടമാകുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഇതൊന്നും ആഗ്രഹിക്കാതെ, അല്ലെങ്കിൽ ഇതിനെ വിട്ട് അള്ളാഹുവിനെയും റസൂലിനെയും അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദിനേക്കാൾ നിങ്ങൾ മറ്റ് 8 കാര്യങ്ങളെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ള കൽപ്പന, അതായത് ശിക്ഷയുടെ കൽപ്പന വരുന്നതിനെ നിങ്ങൾ പ്രതീക്ഷിച്ചുകൊള്ളുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് തൗബയിലെ 24-ാമത്തെ ആയത്തിൽ താക്കീത് നൽകിയിട്ടുണ്ട്. എന്താണ് ഈ 8 കാര്യങ്ങൾ? മാതാപിതാക്കൾ, സന്താനങ്ങൾ, ആണും പെണ്ണൊക്കെ, ഭാര്യ ഭർത്താക്കന്മാർ, സഹോദരി സഹോദരന്മാർ, അടുത്ത ബന്ധുക്കൾ, നിങ്ങൾ നഷ്ടം സംഭവിക്കുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ കച്ചവടം, അതുപോലെ തന്നെ നിങ്ങളുടെ താമസ സ്ഥലങ്ങൾ, നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കുന്ന സമ്പത്ത് എല്ലാം പെട്ടു. ദുനിയാവിൽ മനുഷ്യൻ കൊതിക്കുന്നതെന്തോ ഇതൊക്കെയിൽ പെട്ടു. കൊതിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ഈ 8 കാര്യങ്ങളാണ് അള്ളാഹുവിനേക്കാളും അവന്റെ റസൂലിനേക്കാളും അവന്റെ മാർഗത്തിൽ ജിഹാദ് നടത്തുന്നതിനേക്കാളും നിങ്ങൾ ഇഷ്ടപ്പെടുന്നതെങ്കിൽ അള്ളാഹു അവന്റെ കൽപ്പന എന്താ? ശിക്ഷന്റെ കൽപ്പനയുമായി വരുന്നതിനെ നിങ്ങൾ പ്രതീക്ഷിച്ചുകൊള്ളുക
ഇന്നിപ്പോ നമ്മൾ ആലോചിച്ച് നോക്കുന്ന ലോകത്ത് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, മുസ്ലിം ലോകം പ്രത്യേകിച്ച് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾ എന്താ നോക്കൂ. ഒന്നല്ലെങ്കിൽ മറ്റൊരു നിലക്കുള്ള പരീക്ഷണങ്ങളാണ്. ഇവിടെ നമ്മൾ ഓർക്കണം, നമ്മൾ ഏത് കച്ചവടത്തിനാണ് മുൻതൂക്കം നൽകുന്നത്. രണ്ടാമത്തെ മനുഷ്യന്റെ ഏർപ്പാട് എന്ന് പറയുന്നത് കൃഷിയാണ്. കൃഷിയും ദുനിയാവിന് വേണ്ടിയുള്ള കൃഷിയെ സംബന്ധിച്ചേ നമുക്ക് ഓർമ്മയുള്ളൂ. എന്നാൽ അള്ളാഹു പരലോകത്തിന് വേണ്ടിയുള്ള കൃഷിയെ സംബന്ധിച്ച് പറയുന്നുണ്ട്. സൂറത്ത് ഷൂറ 20-ാമത്തെ ആയത്ത്, മൻ കാന യുരീദു ഹർസൽ ആഖിറ നസിദ് ലഹു ഫീ ഹർസിഹി. പരലോകത്തിന്റെ കൃഷി ആരുദ്ദേശിക്കുന്നുണ്ടോ? ഹർസ് എന്ന കൃഷിയാണ്, മെഹ്റാസ് എന്ന് പറഞ്ഞാൽ കലപ്പയാൻ, ഹാരിസ് കർഷകനാണ്. അപ്പോ പരലോകത്തിന്റെ കൃഷി ആരുദ്ദേശിക്കുന്നുവോ അവന് അവന്റെ കൃഷിയിൽ നാം വർദ്ധിപ്പിച്ചു കൊടുക്കും. അപ്പോ ദുനിയാവിന്റെതല്ല, പരലോകത്തിന് വേണ്ടി കൃഷി ചെയ്യുക. എന്താ കൃഷി? നമ്മൾ ഇവിടെ വിശ്വാസവും അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങളും, അതാണ് ഇവിടെ നടത്തുന്ന കൃഷി. ഈ കൃഷിക്ക് നമ്മൾ തയ്യാറാണെങ്കിൽ അള്ളാഹു ആ കൃഷിയിൽ വർധനവ് നൽകും. എന്താ വർധനവ്? എന്താ? ഈമാൻ വർദ്ധിപ്പിക്കുക, അമൽ സാലിഹാത്ത് വർദ്ധിപ്പിക്കുക, ശരിയായ വിശ്വാസിയായി ജീവിക്കാൻ സാധിക്കുക, അങ്ങനെ പരലോകത്ത് അതിന്റെ വിളവെടുക്കാൻ സാധിക്കുക. തൊട്ടടുത്ത് അതിന്റെ ബാക്കി ഭാഗം, വമൻ യുരീദു ഹർസ ദുനിയാ നുഅ്തിഹി മിൻഹാ. ആരാണോ ദുനിയാവിന്റെ കൃഷി ഉദ്ദേശിക്കുന്നത് അവന് ആ ദുനിയാവിന്റെ കൃഷിയിൽ നിന്ന് നാം കൊടുക്കും. പക്ഷേ വമാ ലഹു ഫിൽ ആഖിറതി മിൻ നസീബ്. പരലോകത്ത് അവന് ഒരു വിഹിതവും, വിഹിതത്തിൽ നിന്ന് ഒരംശവും, അതാണ് ഖുർആന്റെ പ്രയോഗത്തിന്റെ അർത്ഥം. വിഹിതത്തിൽ നിന്ന്, ഓഹരിയിൽ നിന്ന് ഒന്നും പരലോകത്ത് അവനുണ്ടാവുകയില്ല. ദുനിയാവ് ഉദ്ദേശിച്ചവന് ദുനിയാവ് കൊടുക്കും, പരലോകത്തേക്കുള്ള കൃഷി ഉദ്ദേശിച്ചവന് അത് അല്ലാഹു വർദ്ധിപ്പിച്ചു കൊടുക്കും. അതുകൊണ്ട് സഹോദരന്മാരെ, ഈ കച്ചവടവും കൃഷിയുമൊക്കെ ദുനിയാവിന് വേണ്ടി മാത്രമല്ല പരലോകത്തേക്കുള്ളതും അള്ളാഹു പരിചയപ്പെടുത്തിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മിഅ്റാജിന്റെ രാത്രിയിൽ ആകാശലോകത്ത് വെച്ച് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കണ്ടു. പല പ്രവാചകന്മാരെ കണ്ടു, ഇബ്രാഹിം നബിയെ കണ്ടു. നമ്മൾ പലപ്പോഴും കേട്ടതാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം യാ മുഹമ്മദ്, ഏ മുഹമ്മദേ എന്ന് വിളിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, അഖ്രി ഉമ്മതക മിന്നി സലാം. നിന്റെ ഉമ്മത്തിന് എന്നിൽ നിന്നുള്ള സലാം നീ അറിയിക്കുക, നീ അവർക്ക് പറഞ്ഞു കൊടുക്കണം. ഇബ്രാഹിം നബി സലാം പറഞ്ഞ് ഏൽപ്പിക്കാൻ, ആർക്ക്? നമ്മോട് സലാം പറയാൻ. എന്നിട്ട് പറയാൻ, നിനക്ക് ഞാനൊരു കാര്യം പറഞ്ഞു തരട്ടെ, അവർക്ക് നീ അറിയിച്ചു കൊടുക്കണം, നിന്റെ ഉമ്മത്തിന് ഞാൻ പറഞ്ഞതായി നീ അറിയിച്ചു കൊടുക്കണം. എന്താണത്? സ്വർഗം എന്ന് പറയുന്നത് ത്വയ്യിബത്തു തുർബ, നല്ല ശുദ്ധമായ മണ്ണുള്ളവയാണ്. അദ്ബത്തുൽ മാ, സ്വച്ഛമായ വെള്ളമുള്ളവയാണ്, ശുദ്ധമായ വെള്ളം. വഅന്നഹ ഖിയാൻ, ഉയർച്ചയും താഴ്ചയും ഇല്ലാത്ത നിരപ്പായ പ്രദേശങ്ങളാണ്. വഅന്ന ഖിറാസഹ, ആ സ്വർഗഭൂമിയിൽ നടാനുള്ള ചെടി എന്ന് പറയുന്നത് സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതായി തിർമിദിയും ഇമാം അഹ്മദ് ഉദ്ധരിക്കുന്ന ഹദീസിൽ അതിന്റെ കൂടെ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് കൂടി കാണാം. ഇതിനെ വിശദീകരിച്ചുകൊണ്ട് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമീൻ, അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യക്കാരനായ മരിച്ചുപോയ അബ്ദുറഹ്മാൻ അൽ മുബാറക് പൂരി, അദ്ദേഹത്തിന്റെ തുഹ്ഫത്തുൽ അഹ്വദി എന്ന് പറയുന്ന തിർമിദിയുടെ ശർഹിലും മറ്റും അദ്ദേഹം വിശദീകരിച്ച് നമുക്ക് കാണാൻ പറ്റും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പഠിപ്പിച്ചത് ഈ ചെടി എന്ന് പറഞ്ഞാൽ, ദുനിയാവിൽ എത്ര ദിക്റുകൾ മനുഷ്യൻ ചെല്ലുന്നുവോ അത്ര ദിക്റുകൾക്കനുസരിച്ച് പരലോകത്ത് അവന് വേണ്ടി സ്വർഗത്തിൽ ഒരു ചെടി നടപ്പെടുന്നു. അപ്പൊ നമ്മുടെ ദിക്റിന്റെ എണ്ണത്തിനനുസരിച്ച് സ്വർഗലോകത്ത് അത്രയും ചെടികൾ. അതാണ് വഅന്ന ഖിറാസഹ, ആ സ്വർഗത്തിന്റെ ചെടി തയ്യ് എന്ന് പറയുന്നത് അത് ഈ ദിക്റാണ് എന്ന് പഠിപ്പിച്ചത്. ഇത് എല്ലാ ദിക്റിനും ബാധകമാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഈ ഹദീസിൽ പറയുന്നത് ഈ ദിക്റാണ്. സാധാരണ നമ്മൾ ചെല്ലുന്ന ദിക്റാണ്, പക്ഷെ അത് ചേർത്ത് പറഞ്ഞു എന്ന് മാത്രം. അപ്പൊ നോക്കൂ, ഇങ്ങനെ അള്ളാഹുവിനെ ഓർത്ത് നാളെ പരലോകത്തേക്ക് വേണ്ടി, ചെടികൾക്ക് വേണ്ടി ഇവിടെ കൃഷി നടത്തുന്ന യഥാർത്ഥ കൃഷിക്കാരായി മാറാൻ നമുക്ക് സാധിക്കണം. ഇതിങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാൻ, എങ്ങനെ വയല് പറഞ്ഞാലും എന്തുപദേശിച്ചാലും ബൽ ഖുലൂബുഹും ഫീ ഗംറ, ചില മനുഷ്യരുടെ ഹൃദയങ്ങൾ ഫീ ഗംറ, ഒരു മൂടിയിൽ, ആവരണത്തിൽ കിടക്കുകയാണ്. മിൻ ഹാദ, ഈ പറയുന്ന ഉപദേശം ഇതൊന്നും അവരിലേക്ക് എത്തുകയില്ല, അവർ കേൾക്കുകയില്ല. വലഹും അഅ്മാലുൻ മിൻ ദൂനി ദാലിക്, അവർക്ക് ഇതല്ലാത്ത വേറെ കുറെ ജോലിയുണ്ട്. അതേതാ? ദുനിയാവിന് വേണ്ടിയുള്ള ജോലി. ഹും ലഹാ ആമിലൂൻ, അവർ ആ ദുനിയാവിനുള്ള പ്രവർത്തനത്തിന് വേണ്ടി അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവരാകുന്നു. അപ്പൊ ഒരിക്കലും ഈ പറയുന്ന അള്ളാഹു പറഞ്ഞ ജോലിയെടുക്കാത്ത, ദുനിയാവിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന, അള്ളാഹു അധിക്ഷേപിച്ച, താക്കീത് നൽകിയ ഈ ജോലിക്കാരിലോ, ഈ കൃഷിക്കാരിലോ, ഈ കച്ചവടക്കാരിലോ ഇനി അങ്ങോട്ട് നോമ്പ് കഴിഞ്ഞ് ദുനിയാവിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ ആകാൻ പാടില്ല എന്നതാണ് ഇവിടെ ഒന്നാമതായി സൂചിപ്പിക്കാനുള്ളത്. ഇത് പറയുമ്പോൾ ഇങ്ങനെ നമ്മൾക്ക് മാറാൻ സാധിക്കുന്നുവെങ്കിലാണ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് നമുക്ക് ആവർത്തിച്ച് തക്ബീർ ചെല്ലാൻ സാധിക്കുന്നത്. അല്ലാഹുവാണ് വലുത്, പരലോകത്തേക്കുള്ള കച്ചവടവും കൃഷിയും പ്രവർത്തനവുമാണ് വലുത്. കാരണം അല്ലാഹു ആകുന്നു ഏറ്റവും വലിയവൻ, ആ പരലോകത്തിന് വേണ്ടിയുള്ള പ്രവർത്തനമാണ് ഏറ്റവും നല്ല പ്രവർത്തനം എന്ന് മനസ്സറിഞ്ഞ് നമുക്ക് തക്ബീർ ചെല്ലാൻ സാധിക്കുമ്പോൾ ഈ മാറ്റം വരുത്താൻ നമുക്ക് സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ 2 സൂറത്തുകളിൽ, ഒന്ന് സൂറത്ത് ഫാത്തിർ, അതുപോലെ തന്നെ സൂറത്ത് അൻആമിലെ വചനങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ചില കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ മുമ്പേ
ഞാൻ പറയാൻ പോകുന്നതിന്റെ മുമ്പേ അള്ളാഹു ഉണർത്തുന്നത് അള്ളാഹുവിന്റെ കൽപ്പനകൾ പാലിച്ച് യഥാർത്ഥ വിശ്വാസികളായി ജീവിക്കണം എന്നുള്ളതാണ്. അതിന്റെ ചുരുക്കം മാത്രം പറയാൻ, അള്ളാഹുവിനെയും റസൂലിനെയും പിൻപറ്റുക, അള്ളാഹുവിനെ പ്രവാചകനെ വിശ്വസിക്കുക, നിരാശരാകാതെ, തെറ്റ് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ നിരാശരാകാതെ അള്ളാഹുവിൽ പ്രതീക്ഷിച്ച് പശ്ചാത്തപിക്കുക. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാൻ, ഇങ്ങനെ അള്ളാഹു പറഞ്ഞു തരുന്നത് എന്തിനാണ്? നമ്മൾ നാളെ പരലോകത്തിൽ ഒരു പക്ഷേ എന്നല്ല, അള്ളാഹു മനുഷ്യൻ പറയും അള്ളാഹുവിനോട്. എന്നാൽ അങ്ങനെ പറയാതിരിക്കാനാകുന്നു അള്ളാഹു പ്രവാചകന്മാരെയും അതുപോലെ തന്നെ വേദഗ്രന്ഥങ്ങളും ഉപദേശ നിർദ്ദേശങ്ങളും പെരുന്നാളിന്റെ ഖുത്ബയും വെള്ളിയാഴ്ച ഖുത്ബയും ഇതൊക്കെ നിർബന്ധമാക്കുകയും അതുപോലെ തന്നെ കേൾക്കാൻ വേണ്ടി ഉപദേശിക്കുകയും അതല്ലാത്ത ഉപദേശങ്ങൾ നടത്തണമെന്ന് പറയുകയും നേരത്തെ പറഞ്ഞതുപോലെ ഖുർആൻ ഓതണമെന്നും ഒക്കെ കൽപ്പിച്ചതാണ്. എന്താ അള്ളാഹു പറയുന്നത്? അൻ തഖൂല നഫ്സുൻ യാ ഹസ്റത ഫീമാ ഫറത്തു ഫീ ജംബില്ല. നാളെ പരലോകത്തെത്തിയിട്ട് നരകത്തിലേക്കാണ്. അപ്പൊ പറയാൻ, അള്ളാഹുവെ, നിന്റെ വശത്ത് ഞാൻ വരുത്തിയ വീഴ്ചയെ സംബന്ധിച്ച എന്റെ സങ്കടമേ എന്നൊരു മനുഷ്യനും അവിടെ വെച്ച് സങ്കടപ്പെടാതിരിക്കാൻ ഞാൻ ഇതൊക്കെ പറഞ്ഞപ്പോ പരിഹസിക്കുന്നവരുടെ കൂട്ടത്തിലായിരുന്നു. എന്ത് ദീൻ, എന്ത് മതം, എന്ന് പരലോകത്തേക്കുള്ള കച്ചവടം, എന്ത് പ്രവാചകനെ പിൻപറ്റൽ എന്നൊക്കെ പരിഹസിക്കുന്നവരുടെ കൂട്ടത്തിലായിരുന്നു ഞാൻ. അതുകൊണ്ട് അതിൽ ഞാൻ വീഴ്ച വരുത്തിപ്പോയി. എന്റെ സങ്കടമേ എന്ന് ഒരു മനുഷ്യനും ഒരു ആത്മാവും അവിടെ വെച്ച് ഖേദിക്കാതിരിക്കാൻ, സങ്കടപ്പെടാതിരിക്കാൻ വേണ്ടി. രണ്ടാമതായി അള്ളാഹു പറയുന്നത്, ഒരു ആത്മാവും പറയാതിരിക്കാൻ എനിക്കല്ലാഹു നേർവഴി കാണിച്ചു തന്നിരുന്നുവെങ്കിൽ ഞാനും മുത്തഖികളുടെ കൂട്ടത്തിൽ പെടുമായിരുന്നല്ലോ, അള്ളാഹു എനിക്ക് അങ്ങനെ ഒരു വഴി കാണിച്ചു തന്നില്ലല്ലോ എന്ന് മനുഷ്യൻ അവിടെ വെച്ച് ഖേദിക്കാതിരിക്കാൻ. കണ്ടോ? ഖേദിക്കും അവൻ, പക്ഷെ അങ്ങനെ ഖേദിക്കാൻ ഒരു ചാൻസ് ഇല്ല. അള്ളാഹു അവന്റെ ഹുജ്ജത്ത് സ്ഥാപിച്ചു കഴിഞ്ഞു. ഔ തഖൂല ഹീന തറൽ അദാബ് അന്നലി ഖറഫ അകൂന മിനൽ മുഹ്സിനീൻ. നരകത്തിന്റെ ചുറ്റുവട്ടത്താണ് എല്ലാ ആളുകളെയും അള്ളാഹു ഒരുമിച്ച് കൂട്ടുന്നത്. സ്വർഗത്ത് പോകുന്ന ആളുകളൊക്കെ അമ്പിയാക്കൾ, മുസ്ലിങ്ങളും സത്യവിശ്വാസികളും ഒക്കെ നരകത്തിന്റെ ചുറ്റും അള്ളാഹു ഹാജരാക്കും. സൂറത്ത് മറിയമിന്റെ അവസാന ഭാഗത്ത് അള്ളാഹു പറഞ്ഞത് കാണാം, ജിതിയൻ, മുട്ടുകുത്തി അവിടെ നിൽക്കുകയാണ്. നരകം കാണാത്ത ആരും ഉണ്ടാവില്ല. നരകത്തിന്റെ ചുറ്റുവട്ടത്തു നിന്നാണ് അള്ളാഹു സത്യവിശ്വാസികളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോ നരകശിക്ഷ കാണുമ്പോൾ മനുഷ്യൻ പറയും, എനിക്കൊരു മടക്കമുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ നന്മ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ പെടുമായിരുന്നു, ആകാം എന്ന് മനുഷ്യൻ പറയാതിരിക്കാൻ അങ്ങനെ ഒരു ചാൻസ് ഉണ്ടാവില്ല. ഇത് മൂന്നും സൂറത്ത് ഫാത്തിറിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി സൂറത്ത് അൻആമിൽ അള്ളാഹു പറയുന്ന നാലാമത്തെ കാര്യം, മനുഷ്യൻ പറയുമെന്നതിനാലാണ് ഈ പറയുന്ന ഉപദേശങ്ങൾ നിങ്ങൾക്ക് നൽകുന്നത്. എന്തുപദേശം? എന്ത് പറയുമെന്നതിനാൽ ജൂതക്രിസ്ത്യാനികൾക്ക് രണ്ട് ത്വായിഫ, അതായത് ജൂതക്രിസ്ത്യാനികളാണ്. ജൂതക്രിസ്ത്യാനികൾക്ക് അള്ളാഹു നേരത്തെ ഗ്രന്ഥങ്ങൾ കൊടുത്തു. ഞങ്ങൾക്കും ഒരു ഗ്രന്ഥം നൽകിയിരുന്നെങ്കിൽ ഞങ്ങൾ ആ തൗറാത്തും ഇഞ്ചീലും പഠിക്കുന്നതില്ലെന്ന് അശ്രദ്ധരായിരുന്നു. ഞങ്ങൾക്കൊരു ഖുർആൻ അള്ളാഹു അവതരിപ്പിച്ചിരുന്നെങ്കിൽ എന്ന് പരലോകത്ത് വെച്ച് മനുഷ്യൻ പറയാതിരിക്കാൻ നിനക്കിതാ ഖുർആൻ നൽകിയിരിക്കുന്നു. നമുക്ക് കിട്ടിയില്ല എന്ന് പറയണ്ട, ഓൽക്ക് മാത്രം കൊടുത്തു, ഞമ്മക്കെന്തേ തരാത്തത്, അതുകൊണ്ടാ ഞങ്ങൾ ഇങ്ങനെ ആയിപ്പോയത്, അതുകൊണ്ട് ഞങ്ങളെ ശിക്ഷിക്കാൻ നിനക്ക് വകുപ്പില്ല എന്ന് അള്ളാഹുവിനോട് അങ്ങോട്ട് ന്യായം പറയാനുള്ള ഒരു വകുപ്പും അള്ളാഹു വെച്ചിട്ടില്ല. ഔ തഖൂലു ലൗ അന്നാ ഉൻസില അലൈനൽ കിതാബു ലകുന്നാ അഹ്ദാ മിൻഹും. അതല്ല, ഞങ്ങൾക്ക് ഗ്രന്ഥം ഇറക്കപ്പെട്ടിരുന്നുവെങ്കിൽ മുമ്പ് വേദഗ്രന്ഥങ്ങൾ നൽകപ്പെട്ടവരെക്കാൾ ഏറ്റവും ഹിദായത്ത് പ്രാപിച്ചവർ ഞങ്ങളാകുമായിരുന്നു എന്നും മനുഷ്യൻ പറയാതിരിക്കാൻ. കണ്ടോ? രണ്ട് സൂറത്തുകളിലായി മനുഷ്യൻ പരലോകത്ത് വെച്ച് അള്ളാഹുവിനോട് അങ്ങോട്ട് ചോദിച്ചേക്കാവുന്ന 5 ന്യായങ്ങൾ നിരത്തിക്കൊണ്ട് അള്ളാഹുവിന്റെ വഴി അള്ളാഹു ക്ലിയറാക്കുകയും നമ്മുടെ മേൽ അള്ളാഹു ഹുജ്ജത്ത് സ്ഥാപിക്കുകയും ചെയ്തിരിക്കുന്നു. നമ്മൾ സാധാരണ പറയും ഹുജ്ജത്ത് സ്ഥാപിക്കുക, ശിർക്ക് ചെയ്യുന്നവരോട് ഹുജ്ജത്ത് സ്ഥാപിക്കണം, കാഫറിനോട് ഹുജ്ജത്ത് സ്ഥാപിക്കണം എന്ന് പറയും. അള്ളാഹു ലോകത്തെ മുഴുവൻ മനുഷ്യർക്ക് മേൽ പ്രവാചകന്മാരും വേദഗ്രന്ഥവും അവതരിപ്പിച്ചതിലൂടെ ഹുജ്ജത്ത് സ്ഥാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനിയൊരു ന്യായവാദവും പരലോകത്ത് വെച്ച് ആർക്കും നടത്തി രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. അത് പ്രത്യേകിച്ച് ഖുർആനിന്റെ, സുന്നത്തിന്റെ, തൗഹീദിന്റെ ആളുകൾ എന്ന് പറയുന്ന നമ്മൾ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാകുന്നു സൂചിപ്പിക്കാനുള്ളത്. ഇങ്ങനെ ആ ഓർമ്മ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന ദിക്റായിരിക്കണം. ഇതൊരു ദിക്റാണല്ലോ. ആ ദിക്ർ ഹൃദയത്തിൽ തട്ടി വരുമ്പോൾ നമുക്കത് അങ്ങോട്ട് എത്താൻ സാധിക്കും. അതുപോലെ തന്നെ മൂന്നാമത്തെ കാര്യം, ദുനിയാവിൽ നമ്മൾ കഷ്ടപ്പെടുന്നത്, ബുദ്ധിമുട്ടുന്നത്, മനുഷ്യൻ വിഷമിക്കുന്നത് എന്തിന്റെ പേരില്ല? കുടുംബങ്ങൾ വേർപിരിഞ്ഞു പോകുമ്പോൾ, മാതാപിതാക്കൾ തമ്മിൽ തെറ്റുമ്പോൾ, മാതാപിതാക്കളും മക്കളും തമ്മിൽ തെറ്റുമ്പോൾ, മക്കൾ തമ്മിൽ തെറ്റുമ്പോൾ മാതാപിതാക്കൾ വേദനിക്കുന്നു, മാതാപിതാക്കൾ തെറ്റുമ്പോൾ മക്കൾ വേദനിക്കുന്നു, കുടുംബങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ കുടുംബത്തിലെ എല്ലാ ആളുകളും വിഷമിക്കുന്നു. ഇതൊക്കെ ദുനിയാവിൽ അനുഭവപ്പെടുന്നതാണ്. എന്നാൽ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത് ദുനിയാവ് മാത്രമല്ല,
പരലോകത്തും ഈ കുടുംബജീവിതമുണ്ട്. അള്ളാഹു അവരെയൊക്കെ ഒരുമിച്ച് ചേർക്കും. സൂറത്ത് തൂറിലെ 21-ാമത്തെ ആയത്തിൽ വിശ്വസിക്കുകയും ആ വിശ്വസിച്ച മാതാപിതാക്കളെ വിശ്വാസത്തോടുകൂടി പിന്തുടരുകയും ചെയ്ത ദുർരിയ സന്താനങ്ങളെയും അൽഹഖ്നാ ബിഹിം ദുർരിയതഹു, മാതാപിതാക്കളോട് സന്താനങ്ങളെ അള്ളാഹു കൂട്ടിച്ചേർക്കും. പാപ്പയമ്മയും സ്വർഗത്തിലെത്തിയിട്ടുണ്ടാവും, അവർ ഉന്നത പദവിയിലാകാം, പക്ഷേ അവരുടെ അത്ര ഗ്രേഡ് മക്കൾ എത്തിയിട്ടുണ്ടാവില്ല. എന്നാലും സ്വർഗത്തിന്റെ അവകാശികളാണ്. പക്ഷെ അള്ളാന്റെ വക ഈ മക്കളെ കൂടി അൽഹഖ്നാ ബിഹിം ദുർരിയതഹും, കണ്ടോ, രണ്ടൂട്ടരും സ്വർഗത്തിലാണ്, പക്ഷേ പാപ്പയമ്മയും വേറെ ദർജയിലാണ്. ആ ദർജയിലേക്ക് മക്കളെ കൂടി അങ്ങോട്ട് ചേർത്തിട്ട് നിങ്ങൾ നന്നായിട്ട് സുഖമായിട്ട് ഇവിടെ ജീവിച്ചോളൂ. അങ്ങനെ പരലോകത്ത് കുടുംബമായി ഒരുമിച്ച് ജീവിക്കാനുള്ള അവസരം അള്ളാഹു ഉണ്ടാക്കി കൊടുക്കും. ഇത് അള്ളാഹുവിന്റെ ഫضലാണ്, വാഗ്ദാനമാണ്. ഇത് ഗ്രേഡ് കുറഞ്ഞ മക്കളെ ഗ്രേഡുള്ള മാതാപിതാക്കളെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. തിരിച്ചുള്ള സംഭവങ്ങളുണ്ട്, അത് വേറെ ഹദീസുകളിൽ കാണാം. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, സ്വർഗം അതിന്റെ താഴ്ഭാഗത്തിലൂടെ നദികൾ ഒഴുകുന്നു, ആ സ്വർഗത്തിൽ ഈ ആളുകൾ പ്രവേശിക്കും. വമൻ സ്വലഹ മിൻ ആബാഇഹിം വ അസ്വാജിഹിം വ ദുർരിയതിഹിം, മക്കൾ, മാതാപിതാക്കൾ, ഭാര്യ, ഭർത്താക്കന്മാർ, ഇവരിൽ നിന്നൊക്കെ മൻ സ്വലഹ, ആര് സ്വാലിഹായി ജീവിച്ചുവോ അവരൊക്കെ ആ സ്വർഗത്തിൽ പ്രവേശിക്കും. അപ്പൊ നോക്കൂ, ഒറ്റക്കൊറ്റക്കല്ല, പരലോകത്തും കുടുംബജീവിതമുണ്ട്. ബാപ്പയമ്മയും മാതാപിതാക്കളുമായി പരലോകത്തും ഒറ്റ തറവാട്ടിലും ഒറ്റ വീട്ടിലുമൊക്കെ താമസിക്കുന്നു. ഇത് കിട്ടണമെങ്കിൽ ഇവിടെ ദുനിയാവിലുണ്ടാകുന്ന കുടുംബ പ്രശ്നത്തിന്റെ പേരിൽ ഖേദിച്ചുകൊണ്ട് മാത്രമല്ല, കാര്യമില്ല. ആ കുടുംബത്തെ അള്ളാഹു പഠിപ്പിച്ച രീതിയിൽ മാറ്റി വളർത്തിയാൽ പരലോകത്ത് ഈ കുടുംബജീവിതത്തെ അള്ളാഹു നിലനിർത്തും. എത്ര സന്തോഷകരമായിരിക്കും ആ ജീവിതം ആലോചിച്ചു. നമ്മുടെ നാട്ടിൽ നിന്ന് ഗൾഫിൽ പോയ എത്രയോ ആളുകൾ അവിടെ വെച്ചിട്ടുണ്ട്. അവർക്ക് ഈ നാട്ടിലുള്ള ആളുകളെ കാണാൻ പറ്റില്ല, ഇവർക്ക് അവരെ കാണാൻ പറ്റിയിട്ടില്ല. എത്രയോ പുതിയാപ്പിളമാർ ഗൾഫിൽ മരിച്ചുപോയി, പോയ ആളുകളുടെ യുദ്ധത്തിലും രോഗമായും വരുന്ന വഴിക്ക് എയർപോർട്ടിൽ വെച്ചും വീട്ടിലെത്താതെ. ഇനി അവിടെ മരിച്ച ആളുകൾ കണ്ടവരില്ല, മയ്യത്ത് നിസ്കരിക്കാൻ പറ്റാതെ മരിച്ചുപോയവരുണ്ട്. അവിടെയുള്ള ആളുകൾ നിസ്കരിച്ചു, ഇവിടെയുള്ള ആളുകൾ നിസ്കരിക്കാൻ സാധിച്ചിട്ടില്ല. അങ്ങനെയൊക്കെ മരിച്ചുപോയ ആളുകൾ, ഇവരൊക്കെ എന്ന് കാണാൻ ഈ ഭാര്യമാരെ, ഈ മക്കളെ, ഈ വാപ്പയെ, ഈ ഉമ്മയെ, ഈ ഭർത്താവിനെ, ഈ ഭാര്യയെ കാണും. അങ്ങനെ ഒരു ദിവസം ഉണ്ട്, അള്ളാഹു കൂട്ടിച്ചേർത്ത് വരും. പക്ഷെ എന്ത് വേണം? വമൻ സ്വലഹ, സ്വാലിഹീങ്ങളായി ജീവിക്കണം. എല്ലാ സുഹൃത്തുക്കളും എല്ലാ ഫ്രണ്ട്സും വേർപിരിയുക എന്ന് മാത്രമല്ല, ബഅ്ളുഹും ലിബഅ്ളിൻ അദുവ്വുൻ, സുഹൃത്തുക്കളെല്ലാം ഹൃദയം ചേർന്ന് ജീവിച്ച ഖലീലുകളായ, അഹില്ല, അഹില്ല എന്ന് പറഞ്ഞാൽ ഖലീലിന്റെ ബഹുവചനാണ്. ചേർന്ന് ഹൃദയം ചേർന്ന് സ്നേഹിച്ച സുഹൃത്തുക്കൾ അവർ പരലോകത്ത് ശത്രുക്കളായി മാറും. ഇല്ലൽ മുത്തഖീൻ, ആരൊഴികെ? വിശ്വാസികൾ ഒഴികെ. അപ്പൊ ആരെ കൂട്ടുകൂടുന്നുവോ കൂട്ടുകൂടുന്നവർ മുത്തഖികളായിരിക്കണം. ആ മുത്തഖികളായ കൂട്ടുകൂടുന്ന ആളുകൾ അല്ലാത്തവരൊക്കെ അവിടെ തമ്മിൽ തല്ലായിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്തറിയ, കുറ്റം പറയുക, ആക്ഷേപിക്കുക, കച്ചറ കൂടുക, തഹാസും പരസ്പര തർക്കങ്ങൾ, ഇതൊക്കെ ഖുർആനിൽ ഒരുപാട് ആയത്തുകളിൽ പല സൂറത്തുകളിൽ വിശദീകരിച്ചിട്ടുണ്ട്. എന്നാൽ മുത്തഖികൾ മാത്രം. എന്നിട്ട് അതിന്റെ 3-ാമത്തെ ആയത്തിൽ 70-ാമത്തെ ആയത്തിൽ എന്താ പറയാൻ? ഉദ്ഖുലുൽ ജന്ന അൻതും വ അസ്വാജുക്കും തുഹ്ബറൂൻ, നിങ്ങളും നിങ്ങളുടെ ഭാര്യാഭർത്താക്കന്മാരും പോയിക്കോളൂ ആ സ്വർഗത്തിലേക്ക്. എങ്ങനെ? തുഹ്ബറൂൻ, നിങ്ങൾ ആഹ്ലാദിപ്പിക്കപ്പെടും. ഇവിടെ പട്ടിണി കിടന്നവൻ, പരിവട്ടത്തിൽ കഴിഞ്ഞവൻ, മരുന്ന് വാങ്ങാൻ പൈസ ഇല്ലാത്തവൻ, ചോർന്നൊലിക്കുന്ന വീട്ടിൽ കഴിഞ്ഞവൻ, ഷെഡിനടിയിൽ താമസിച്ചവൻ, വീടില്ലാതെ ചാപ്പയിൽ കഴിഞ്ഞവൻ, റോഡ് സൈഡിൽ കിടന്നിറങ്ങിയവൻ, ഇവനൊക്കെ സ്വർഗത്തിന്റെ അവകാശിയാണ്. അള്ള പറയാണ്, ഒരു വിഷമവുമില്ല. തുഹ്ബറൂൻ, നിങ്ങൾ ആഹ്ലാദിപ്പിക്കപ്പെടും. ഒരു സന്താപവുമില്ലാത്ത, ദുഃഖമില്ലാത്ത ആഹ്ലാദത്തിന്റെ സ്വർഗം നിങ്ങൾ പ്രവേശിച്ചുകൊള്ളുക. നിങ്ങൾക്ക് അവിടെ സന്തോഷിപ്പിക്കണം. സന്തോഷം, താമസവും സന്തോഷവും അള്ളാഹുവിന്റെ വകയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഇതൊക്കെ വിശദീകരിച്ചുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പണ്ഡിതന്മാർ വിശദീകരിച്ചതായി നമുക്ക് കാണാം. നമ്മൾ ദുനിയാവിന് വേണ്ടി ഓടുന്നു. ഇന്ന് ഏറ്റവും വലിയ ഓട്ടം തരാം സ്വർണത്തിന് വേണ്ടി. സ്വർണത്തിനും വെള്ളിക്കും വില കൂടി. നമ്മൾ കഴിഞ്ഞ ഖുത്ബയിൽ പറഞ്ഞ സക്കാത്തുമായി ബന്ധപ്പെട്ട് സൂചിപ്പിച്ചു പോയി, അല്ലെ? 1,00,000 ലക്ഷത്തോളം വില വരുന്ന സ്വർണം, അതിനു വേണ്ടിയാണ് ലോകത്ത് യുദ്ധങ്ങൾ നടക്കുന്നത്. അതിനുവേണ്ടി, പണത്തിന് വേണ്ടിയാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. എന്നാൽ ഒരു തരി സ്വർണം പോലും വാങ്ങാൻ കഴിയാത്ത ആളുകൾ, സ്വർഗത്തിലുള്ള ആളുകൾക്ക് അള്ളാഹു വരെ നമുക്ക് കാണാൻ സാധിക്കും. സൂറത്ത് കഹ്ഫ്, ഹജ്ജ്, ഫാത്തിർ, 3 സൂറത്തുകളിൽ ഒരുപോലെ അള്ളാഹു പറഞ്ഞിട്ടുള്ള കാര്യമാണ്. യുഹല്ലൗന ഫീഹാ മിൻ അസാവിറ മിൻ ദഹബിൻ, സ്വർഗത്തിലുള്ള ആളുകൾക്ക് സ്വർണത്താലുള്ള വളകൾ അവർ കണിയിക്കപ്പെടും. അലച്ചുക്കു പുതിയാപ്പിളരൊക്കെ ഇങ്ങനെ സ്വർണത്തിന്റെ വളട്ടിട്ട് നടക്കുക. ബാപ്പയും ആങ്ങളെയും അളിയനൊക്കെ ഇങ്ങനെ വളർത്തി നടക്കുക. പെണ്ണുങ്ങൾക്ക് മാത്രമല്ല, ഇവിടെ സ്വർഗാവകാശികൾ, ആണായാലും പെണ്ണായാലും കുട്ടികളായാലും സ്വർഗത്തിലുള്ളവർക്കൊക്കെ സ്വർണത്തിന്റെ വളകൾ അണിയിക്കപ്പെടും. ഒരു സ്ഥലത്തല്ല, ഒരേപോലെ 3 സ്ഥലത്തുള്ള വളകൾ. വഹുല്ലു മിൻ അസാവിറ മിൻ ഫില്ലത്തിൻ, വെള്ളിയുടെ വളകളും അവർ കണിയിക്കപ്പെടും. സൂറത്തുൽ ഇൻസാൻ, സൂറത്ത് ദഹ്റിന്റെ 21-ാമത്തെ ആയത്. സൂറത്തുൽ ഹജ്ജിലും ഫാത്തിറിലും അതിന്റെ കൂടെ വേറൊന്നുകൂടി പറഞ്ഞു, ലുഅ്ലുഅൻ. അപ്പൊ നോക്കൂ, സ്വർണം, വെള്ളി, ഇതിന്റെ ആഭരണങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. മോതിരം, കൈമല് വള, ഇതൊക്കെ ഇട്ടിട്ട് ആണുങ്ങൾ ഇങ്ങനെ നടക്കുക. പെണ്ണുങ്ങളും ഒരു പൈസയും കൊടുക്കണ്ട.
ഒരു ഗ്രാമിന് ഒരു പവന് 8 ഗ്രാമിനാണ് 1,01,500,000 രൂപ. വേണ്ടത് ധരിക്കാം. അതിനോടൊപ്പം മുത്ത് കണ്ടിട്ടില്ല നമ്മൾ പലരും. പക്ഷെ മുത്തും അവർക്ക് അണിയിക്കപ്പെടും. പിന്നെയോ ഒരു ഔറത്ത് മറക്കാൻ മര്യാദക്ക് നല്ലൊരു വസ്ത്രം ഇല്ലാത്ത എത്രയോ ആളുകളുണ്ട്. സന്തോഷത്തിന്, കല്യാണത്തിനും അതുപോലെ തന്നെ പെരുന്നാളിനോ നല്ലൊരു വസ്ത്രം ധരിക്കണം എന്ന് വെച്ചാൽ സാധിക്കാത്തവരുണ്ട്. ഖുർആനിൽ അല്ലാഹു പറയാണ് തിയാബൻ ഖുളറം മിൻ സുന്ദുസിൻ വഇസ്തബ്റഖ്. ഹരീർ 3 കാര്യങ്ങൾ ഖുർആനിൽ പല സ്ഥലങ്ങളിൽ പറഞ്ഞാണ്. സുന്ദുസ്, ഇസ്തബ്റഖ്, ഹരീർ എന്നൊക്കെ പറയുന്നത് കട്ടിയുള്ള പട്ട്, കട്ടിയില്ലാത്ത പട്ട്, മിനുസപ്പട്ട്, ഇങ്ങനെ പല തരത്തിലുള്ള പട്ടിന്റെ പേരുകളാണ്. ഇങ്ങനെ പട്ടിന്റെ വസ്ത്രങ്ങൾ ആണുങ്ങൾക്കും ധരിപ്പിക്കപ്പെടും, പെണ്ണുങ്ങൾക്കും. ദുനിയാവിൽ ആണുങ്ങൾക്കില്ല, പെണ്ണുങ്ങൾക്കേ പറ്റുള്ളൂ പട്ടിന്റെ വസ്ത്രം, സിൽക്ക്. എന്നാൽ പരലോകത്ത് സ്വർഗവാസികൾക്ക് അണിയിക്കപ്പെടും. കണ്ടോ, ഒരു പൈസയും കൊടുക്കാൻ, തിന്നാൻ കിട്ടുന്നത് വേറെ. അപ്പോ ഇതൊക്കെ പരലോകത്ത് അള്ളാഹു നൽകിയിട്ടുണ്ട്. ആ സ്വർഗലോകത്തെ ഈ സുഖത്തിന് വേണ്ടി നമ്മൾ അല്ലാഹു അക്ബർ എന്ന് പറയുക മാത്രമല്ല, അത് ജീവിതത്തിൽ ഉണ്ടാക്കി ജീവിക്കാൻ സാധിച്ചാൽ നമുക്ക് രക്ഷയുണ്ട്. ആ ഒരു ഓർമ്മപ്പെടുത്തലാണ്. അത് തുടർന്നും കൊണ്ടുപോകുവാൻ നമ്മുടെ ഈ ദുനിയാവുമായി ബന്ധപ്പെടുമ്പോൾ റമളാനിലെ അതേ സ്പിരിറ്റോടുകൂടി തന്നെ ഭൗതിക പരലോകത്തിന്റെ കാര്യത്തിൽ മുന്നേറാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മളൊരു വിചാരണക്ക്, നമ്മുടെ മനസ്സിനൊരു വിചാരണ നടത്താൻ നമ്മൾ തയ്യാറാകണം. പലപ്പോഴും കേട്ടതാണെങ്കിലും ഒരു സംഭവം, അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു, പ്രമുഖനായ സഹാബി, സ്വർഗം കൊണ്ട് വാഗ്ദാനം ചെയ്യപ്പെട്ടവരിൽ ഒരാൾ, നയതന്ത്രജ്ഞൻ, സേനാനായകൻ, പടയാളി, ഇങ്ങനെ പല നിലകളിൽ അറിയപ്പെട്ടിട്ടുള്ള അതിബുദ്ധിമാൻ എന്ന് അദ്ദേഹത്തിന് ഉമർ ഖത്താബ് പേരിട്ടതായി ചില ആളുകൾ രേഖപ്പെടുത്തിയാണ്. അങ്ങനെയുള്ള തന്ത്രശാലിയും സൂത്രശാലിയുമായ അതിബുദ്ധിമാനായ അംർ ഇബ്നുൽ ആസ്, അദ്ദേഹം മരിക്കാൻ കിടത്ത് തന്റെ കട്ടിലിൽ വീട്ടിൽ ചെരിഞ്ഞു കിടക്കുകയാണ്. ചുമരിലേക്ക് മുഖം തിരിച്ച് ചെരിഞ്ഞു കിടക്കുന്നു. ദീർഘനേരം കരയുന്നു. മകൻ ചെന്ന് ചോദിക്കുന്നു, അല്ലയോ ഉപ്പ, നിങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെയൊക്കെ സന്തോഷ വാർത്ത അറിയിച്ചിട്ടില്ലേ? എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ കരയുന്നത്? അങ്ങനെ ആവർത്തിച്ച് മകൻ ചോദിച്ചപ്പോൾ ശരീരം ഒന്നായി തിരിച്ചില്ല, തല മാത്രം ഇങ്ങോട്ട് തിരിച്ചുകൊണ്ട് ആ ചോദിച്ച മകനോട് ആ പിതാവ് അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു പറഞ്ഞ 3 കാര്യങ്ങളുണ്ട്. അദ്ദേഹം പറയുന്നത്, മരിച്ചു പോകുന്ന ഒരാൾക്ക് പരലോകത്തിന് വേണ്ടി നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം, നാം ഒരുക്കേണ്ട ഏറ്റവും നല്ല കാര്യം ഷഹാദത്തു ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്നതാണ്. ഇത് ശരിയായി പാകപ്പെടുത്തിയോ ഒരുക്കിയോ തയ്യാറാക്കിയോ നാളെ പോകുമ്പോൾ കൊണ്ടുപോകാൻ എന്ന് ഞാനും നിങ്ങളും ആലോചിക്കുക. എന്നിട്ട് അദ്ദേഹം പറയാൻ, എന്റെ ജീവിതത്തിൽ 3 ഘട്ടങ്ങൾ കഴിഞ്ഞുപോയി. ഇമാം മുസ്ലിം തന്റെ സഹീഹിൽ ഉദ്ധരിച്ച ഹദീസാണ്. 3 ഘട്ടങ്ങൾ കഴിഞ്ഞുപോയി. ഒന്ന്, എനിക്ക് ഏറ്റവും വെറുപ്പുള്ള ഒരാൾ നബിയായിരുന്നു. നബിയേക്കാൾ എനിക്ക് വെറുപ്പുള്ള ഒരാളും ഉണ്ടായിരുന്നില്ല. എനിക്കെങ്ങാനും സൗകര്യം കിട്ടിയാൽ ഒളിഞ്ഞു നിന്ന് കൊല്ലാൻ, നബിയെ കൊല്ലുക എന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്ന കാര്യം. അത് ജാഹിലിയത്താൻ. അന്ന് ഞാൻ മരിച്ചിരുന്നുവെങ്കിൽ ഞാൻ നരകത്തിന്റെ ആളുകളിലാകുമായിരുന്നു. 2ാമത്തെ ഘട്ടം എന്ന് പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്റെ മനസ്സിലേക്ക് ഇസ്ലാമിനെ ഇട്ടു തന്നു. അങ്ങനെ ഞാൻ നബിയുടെ അടുക്കൽ ചെന്നു. നബിയോട് ഞാൻ പറഞ്ഞു, സാധാരണ നബിക്ക് അങ്ങോട്ട് കൈനീട്ടലാണ് ബൈഅത്ത് ചെയ്യാൻ. നബിയോട് അങ്ങോട്ട് ആവശ്യപ്പെടാൻ അംർ ഇബ്നുൽ ആസ്, നബിയെ എങ്ങോട്ട് കൈനീട്ടു, ഞാൻ നിങ്ങൾക്ക് ബൈഅത്ത് ചെയ്യട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈ നീട്ടിയപ്പോൾ അംർ ഇബ്നുൽ ആസ് കൈ ബേക്കോട്ട് വലിച്ചു. നബി ചോദിച്ചു, എന്താണ് അംറേ നീ കൈ ബേക്കോട്ട് വലിക്കുന്നത്? അപ്പൊ അംർ പറഞ്ഞു, എനിക്കൊരു കണ്ടീഷൻ വെക്കാനുണ്ട്. നബി ചോദിച്ചു, എന്താ നിനക്ക് എന്നോടുള്ള ഷർത്ത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ മുസ്ലിം ആകാം, പക്ഷേ എന്റെ ജാഹിലിയ, ഞാൻ എന്റെ പഴയ തെറ്റുകളൊക്കെ അങ്ങനെ ഒരുപാട് പൂക്കിത്തങ്ങൾ തമ്മാടിത്തങ്ങളെ കാലത്തിന് ജാഹിലിയത്തിൽ എന്റെ പാപങ്ങൾ എനിക്ക് പുറത്തു കിട്ടണം എന്നൊരു കണ്ടീഷൻ മാത്രമാണ്. നബി തിരിച്ചു ചോദിച്ചു, മുസ്ലിം ആയാൽ അതിന്റെ മുമ്പുള്ള എല്ലാ കാര്യങ്ങളും ഇസ്ലാം പൊളിച്ചു കളയുന്നു, എന്നാൽ എല്ലാ പാപങ്ങളെയും പൊളിച്ചു കളഞ്ഞു, ഒരു കുറ്റവും അതിന്റെ പേരിൽ ഉണ്ടാവുകയില്ല എന്ന് നിനക്കറിയില്ലേ? മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോയാൽ ഹിജറ എല്ലാ പാപങ്ങളെയും മായ്ച്ചു കളയും എന്ന് നിനക്കറിയില്ലേ? ഹജ്ജ് ചെയ്താൽ ഹജ്ജ് അതിന്റെ മുമ്പുള്ള എല്ലാ തിന്മകളെയും തരിപ്പണമാക്കും എന്ന് നിനക്കറിയില്ലേ? അപ്പൊ പാപങ്ങളെ പൊളിച്ചു കളയുന്ന 3 കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തെ ഓർമ്മപ്പെടുത്തി. എന്നിട്ട് അദ്ദേഹം നബിക്ക് ബൈഅത്ത് ചെയ്തു. എന്നിട്ട് അദ്ദേഹം പറയാൻ, എനിക്ക് ഏറ്റവും കാണാൻ ഇഷ്ടപ്പെടുന്ന, ഞാൻ ഏറ്റവും അധികം സ്നേഹിക്കുന്ന ആള്, നേരത്തെ ഏറ്റവും വെറുത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിത്തീർന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ബഹുമാനം കാരണത്താൽ എന്റെ കണ്ണ് നിറയെ ഒന്ന് നബിയെ നോക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല. കാരണം ബഹുമാനം കൊണ്ട് അങ്ങനെ നബിയെ നോക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല. എന്നോട് നിങ്ങൾ നബിയെ എന്ന് വർണ്ണിച്ചു തരണം എന്ന് പറഞ്ഞാൽ എനിക്ക് നബിയെ വർണ്ണിക്കാൻ കഴിയില്ല. കാരണം നബിയോടുള്ള ആദരവ് കാരണത്താൽ എന്റെ കണ്ണ് നിറക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല. അങ്ങനെ ഞാൻ നബിയെ സ്നേഹിച്ചു. ആ ഒരവസ്ഥയിൽ ഞാൻ മരിച്ചു പോയിരുന്നെങ്കിൽ തീർച്ചയായും ഞാൻ സ്വർഗത്തിന്റെ ആളുകളിൽ പെടുമായിരുന്നു. ഇതാണ് എന്റെ 2ാം ഘട്ടം. 3ാമത്തെ ഘട്ടം ഒറ്റ വാചകത്തിൽ അരവരിയിൽ അദ്ദേഹം അവസാനിപ്പിക്കുകയാണ്. സുമ്മ വലീന അശ്യാ മാ അദ്രി മാ ഹാലി ഫിഹാ, പിന്നെ ഞങ്ങൾക്ക് ചില അധികാരങ്ങൾ ലഭിച്ചു, ഏറ്റെടുത്തു. ഇതിൽ ഈ 3ാമത്തെ ഘട്ടത്തിൽ എന്റെ സ്ഥിതി എന്താണെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഒരുപാട് ആയുസ് കിട്ടിയ ആളാണ് അംർ ഇബ്നുൽ ആസ്. ഒരുപാട് യുദ്ധങ്ങളിൽ പങ്കെടുത്തു, രക്തസാക്ഷിയാകാൻ ഭാഗ്യമുണ്ടായില്ല.
അബൂബക്കറിന്റെയും ഉമറിന്റെയും ഉസ്മാനിന്റെയും അലിയുടെയും റളിയല്ലാഹു അൻഹും 4 ഖലീഫമാരുടെ കാലഘട്ടത്തിൽ ജീവിക്കാൻ അവസരമുണ്ടായി. പക്ഷേ 4ാമത്തെ ഖലീഫ അലി റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ സിറിയയിലെ ഗവർണറായിരുന്ന മുആവിയ റളിയല്ലാഹു അൻഹുമായി പ്രശ്നങ്ങൾ ഉണ്ടായി. നമുക്കറിയാം സിഫീൻ യുദ്ധം. ആ സിഫീൻ യുദ്ധത്തിൽ അലിക്കെതിരെ മുആവിയയുടെ പക്ഷത്ത് നിന്ന് യുദ്ധത്തിൽ പങ്കെടുത്ത ആളാണ് അംറുല്ലാഹ് റളിയല്ലാഹു അൻഹു. അദ്ദേഹമാണ് ഖുർആൻ ഉയർത്തി അതിന്റെ തീരുമാനത്തിലേക്ക് മടങ്ങാമെന്നൊരു മധ്യസ്ഥത്തിലേക്ക് പോകാമെന്ന് നിർദ്ദേശം വെച്ചതും അതിന് നേതൃത്വം കൊടുത്തതും അംറുല്ലാഹ് ആയിരുന്നു. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം പറയാൻ, ഞാൻ നേരത്തെ മരിച്ചിരുന്നെങ്കിൽ സ്വർഗം കിട്ടുമായിരുന്നു. ഇങ്ങനെ കുറെ പ്രശ്നങ്ങൾ നമ്മൾ ഏൽക്കേണ്ടി വന്നു. അധികാരമേറ്റു, അതിന്റെ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടായി. ഇപ്പോൾ എന്റെ സ്ഥിതി എന്താണെന്ന് എനിക്കറിഞ്ഞുകൂടാ. അതുകൊണ്ടാണ് അദ്ദേഹം കരയുന്നത്. ഈജിപ്ത് ഉമർ ഖത്താബിന്റെ കാലഘട്ടത്തിൽ വിജയിച്ചടക്കിയത് അദ്ദേഹമാണ്. ഈജിപ്തിലെ അൽ ഫുസ്താദ് പട്ടണം ഒരു 2ാമത്തെ തലസ്ഥാനം എന്ന നിലക്ക് പടുത്തുയർത്തിയത്, നിർമ്മിച്ചത് ഈ അംറുല്ലാഹ് റളിയല്ലാഹു അൻഹുവാണ്. ഇങ്ങനെ ഒരുപാട് മഹത്വങ്ങളുള്ള ആ മനുഷ്യൻ ഇതുപോലെ ഒരു ഹിജ്റ 43 ചെറിയ പെരുന്നാളിന്റെ തലേ രാത്രി അദ്ദേഹം മരണപ്പെടുന്നു. ഇന്ന് ചെറിയ പെരുന്നാൾ, ഇതിന്റെ തലേ ദിവസം ഇന്നലെ രാത്രിയാണെന്ന് വിചാരിച്ചോ. ആ മരണത്തിന്റെ മുന്നിൽ നിൽക്കുമ്പോഴാണ് അംറുല്ലാഹ് റളിയല്ലാഹു അൻഹു ഈ ഒരു വിചാരണ നടത്തുന്നത്. ഇങ്ങനെ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ഒരു വിചാരണ നടത്താൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ഒരു പരിശോധന നടത്തി യഥാർത്ഥ ഈമാനിന്റെ ആളുകളായി വളരാൻ നമുക്ക് അല്ലാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. പ്രത്യേകിച്ച് വേറെ പറയേണ്ടതില്ല. മക്കളെ ആ നിലക്ക് നമ്മൾ വളർത്തിക്കൊണ്ടുവരണം. ഭാര്യമാർ അതിന് ഒരുപക്ഷെ ഭർത്താക്കന്മാരെ വരെ കയറിട്ട് പിടിച്ച് ഈമാനിൽ ഉറപ്പിച്ചു നിർത്താൻ സാധിക്കുന്ന ഭാര്യമാരായി നമ്മളെ ഭാര്യമാർ മാറണം. അത്തരം ഭാര്യമാരെ കല്യാണം കഴിക്കുമ്പോൾ തെരഞ്ഞെടുക്കണം. പിന്നെ ആലോചിച്ചിട്ട് കാര്യമില്ല. ആദ്യം ഫൾഫർ ബിദാത്തിദ്ദീൻ, നീ മതമുള്ളവളെ നേടുക. അതൊരു നേട്ടമാണ്. അതാണ് കല്യാണം കഴിക്കുമ്പോൾ 4 കാര്യങ്ങൾക്ക് വേണ്ടിയാകാം. പക്ഷേ ദീനുള്ളവളെ തെരഞ്ഞെടുക്കണം. പിന്നെ ആലോചിച്ചിട്ട് കാര്യമില്ല. പണമോ വിസയോ പൊന്നോ അതൊന്നും കണ്ടുകെട്ടിയാൽ ദീനുണ്ടാകണമെന്നില്ല. ദീനുള്ളവളെ തിരഞ്ഞെടുക്കണം. വേറൊന്നുമില്ലെങ്കിലും ദീനാണ് വലുത്. ദുനിയാവിൽ 4 സൗഭാഗ്യമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒന്ന് അൽ മർഅത്തു സ്വാലിഹ. ദുനിയാവിലെ 4 ഭാഗ്യങ്ങളിൽ ഒന്ന് നല്ല സാലിഹത്തായ പെണ്ണാകുന്നു. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. അതുപോലെ നിനക്ക് 3 കാര്യങ്ങൾ നീ നേടണം. സൂറത്ത് തൗബയിലെ സ്വർണവും വെള്ളിയും അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാതെ പൂട്ടികുത്തുന്ന ആളുകൾക്ക് ശിക്ഷയെ സംബന്ധിച്ച് താക്കീത് നൽകുന്ന ആയത്തിറങ്ങിയപ്പോ സഹാബികൾ നബിയോട് ചോദിച്ചു, അല്ല നബിയെ, ഇത് ശിക്ഷയെ സംബന്ധിച്ചാണ് താക്കീത് ചെയ്യുന്നത്. സ്വർണം വെള്ളി സൂക്ഷിച്ചു വെക്കുക, ചെലവഴിക്കാൻ വെക്കുക. ഞങ്ങൾ എന്താണ് നേടേണ്ടത്? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ഒരു ഭാര്യയെ സ്വീകരിക്കുക. ഒന്ന് ലിസാനൻ ദാക്കിറൻ, അള്ളാഹുവിനെ ഓർക്കുന്ന നാവ്. ഖൽബൻ ഷാക്കിറൻ, അള്ളാഹു നന്ദി കാണിക്കുന്ന ഹൃദയം. 3 സൗജത്തൻ മുഅ്മിനത്തൻ തുഈനു അലാ ഉമൂരിൽ ആഖിറ. ഒരു റിപ്പോർട്ടിൽ അലൽ ഈമാൻ, വിശ്വാസത്തിന് അല്ലെങ്കിൽ പരലോക കാര്യങ്ങൾക്ക് നിന്നെ സഹായിക്കുന്ന ഒരു ഭർത്താവിന്. അപ്പൊ നല്ല ഭാര്യ, നല്ല ഭർത്താവ്, നല്ല മക്കൾ, അങ്ങനെ വളർത്തിക്കൊണ്ടുവന്ന് നമ്മുടെ കുടുംബത്തെ ഫിത്ന കൊണ്ട് നിറക്കപ്പെട്ട ഫോണ് കൊണ്ടും നെറ്റ് കൊണ്ടും മറ്റു പല മീഡിയ കൊണ്ടും നിറക്കപ്പെട്ട ഈ കാലഘട്ടത്തിൽ അതിനൊക്കെ നേരായി കൊണ്ടുപോകാൻ അത്താണിയാകേണ്ടത് ആകാൻ സാധിക്കുക ഭർത്താക്കന്മാർക്കും, അതേപോലെ ഒരുപക്ഷെ ഭർത്താവിനെയും മക്കളെയും ഒക്കെ നേരായ വഴിക്ക് നയിക്കാൻ സ്ത്രീകൾക്കും സാധിക്കും. അതുകൊണ്ട് അത്തരം ആളുകളായി മാറാൻ നമ്മൾ ശ്രമിക്കുക. മുസ്ലിം ലോകത്ത് ഇന്ന് അമേരിക്ക എന്ന ചില ഭ്രാന്തന്മാരായ ഇബ്ലീസുകളാൽ നയിക്കപ്പെടുന്ന രാജ്യം ഇസ്രായേലിന് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന യുദ്ധത്തിന്റെ കെടുതികൾ ഞാൻ ഒരു വരിയും പറയാതെ തന്നെ നമ്മളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. ലോകത്ത് ഗ്യാസ്, അതുപോലെ തന്നെ ഓയിൽ, 3ാമത്തേത് വളം, ഇത് 3നെയും ഇനി ബാധിക്കുമെന്നാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തെ സംബന്ധിച്ച് നിരീക്ഷകന്മാർ വിലയിരുത്തുന്നത്. ഇതൊക്കെ അതിന്റെ സാമ്പത്തികമായ പ്രതിസന്ധി കൂടി അനുഭവപ്പെടുന്ന അറബ് രാജ്യങ്ങൾ. ഇതിനൊക്കെ ഈ നാശത്തിലേക്ക് കൊണ്ടുപോയത് ഇസ്രായേലിന് വേണ്ടി അമേരിക്കയിലെ ഭ്രാന്തനായ ഭരണാധികാരി നടത്തിക്കൂട്ടിയ കാട്ടിക്കൂട്ടലുടെ ഭാഗമായിട്ടാണ് ഇന്ന് അറബ് രാജ്യങ്ങളും മുസ്ലിം ലോകവും അതിന്റെ അനന്തരഫലങ്ങൾ ലോകം മുഴുവൻ പെട്രോളിന്റെ വിലക്കയറ്റത്തിലെയും മറ്റും അനുഭവിക്കാൻ പോകുന്നത്. ഇതിനൊക്കെ അടിസ്ഥാന കാരണക്കാർ ഈ ഇസ്രായേലും അമേരിക്കയുമാണ് എന്നത് ഉറപ്പാണ്. ഇറാനെ തങ്ങളുടെ ചൽപ്പടിക്ക് കീഴിൽ കൊണ്ടുവരാൻ വേണ്ടി എന്ന പേരിലാണ് യുദ്ധമെങ്കിലും ഇത് ബാധിക്കുന്നത് ആർക്കാണ്? മുസ്ലിം ലോകത്തിനാണ്. എല്ലാ ആളുകൾക്കും ബാധിക്കുന്നു. അപ്പോ ഈ നാശത്തിന് കാരണക്കാകുന്ന ഇത്തരത്തിലുള്ള ഭ്രാന്തന്മാരായ ഭരണാധികാരികളിൽ നിന്നും മനുഷ്യത്വമില്ലാത്ത, മൃഗത്തിനോട് പോലും തുല്യപ്പെടുത്താൻ കഴിയാത്ത ഇത്തരം ആളുകളുടെ ശർറിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. ഇത്തരം ദുഷ്ടന്മാരായ, വകതിരിവില്ലാത്ത ഭ്രാന്തന്മാരായ നായകന്മാരിൽ നിന്ന് അള്ളാഹുവെ ലോകത്തിനെ രക്ഷപ്പെടുത്തണമേ റഹ്മാനെ. ഞങ്ങളുടെയൊക്കെ ബന്ധുമിത്രാദികളും കുടുംബങ്ങളുമായി ഗൾഫിൽ കഴിയുന്നു. ഇങ്ങോട്ട് വരാൻ വേണ്ടി ഓരോ ദിവസവും 2 തവണ ടിക്കറ്റ് മാറ്റി നാളെ മറ്റന്നാൾ ഉച്ചയ്ക്ക് വൈകുന്നേരം എന്ന് പറഞ്ഞ് പെട്ടിയും കെട്ടിയിരിക്കുന്ന ഒരുപാട് മനുഷ്യന്മാരുണ്ട്. അവിടെ പെട്ടുപോയവരുണ്ട്. ഇങ്ങനെ പലതരത്തിൽ വിഷമിക്കുന്ന ആളുകൾ നമ്മുടെ ഒക്കെ വീടുകളിൽ വരണ്ടാവും. അവരുടെ സമ്പത്താണ് നമ്മുടെയൊക്കെ അത്താണി. നാട്ടിലെ പള്ളികളുടെ, മദ്രസകളുടെ, ദീനീ പ്രവർത്തനങ്ങളുടെ ഒക്കെ അടിസ്ഥാനം, സഹായം എന്ന് പറയുന്നത് ഈ ഗൾഫ് പണമാണ്.
ഇതൊക്കെ നിന്നുപോയാൽ നമ്മൾ എന്താകും നമ്മൾ ആലോചിച്ച് നോക്കണം. അതുകൊണ്ട് സഹോദരന്മാരെ, അവർക്കൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുക, ഈ ശത്രുക്കൾക്കെതിരിലും പ്രാർത്ഥിക്കുക. അവരെ അള്ളാഹു നശിപ്പിക്കുകയും അതിന്റെ ഫലം ദുനിയാവിൽ തന്നെ അവർ അനുഭവിക്കുകയും ചെയ്യട്ടെ. പരലോകത്തുണ്ടാകുന്ന നരകത്തിന്റെ കൊടും തീക്കപ്പുറം. അള്ളാഹുവെ, ഇത്തരം ആളുകളുടെ നാശത്തിൽ നിന്ന് മുസ്ലിം സമൂഹത്തെയും ലോക മനുഷ്യരെയും ജീവജാലങ്ങളെയും നീ രക്ഷപ്പെടുത്തണമേ റഹ്മാനെ. ഇവരുടെ ഇത്തരം തെറ്റായ നിലപാടുകളിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കുകയും അവരുടെ ആയുധങ്ങൾ അവർക്കെതിരാക്കി മാറ്റുകയും അവരുടെ പതാകകളെ നീ തലകീഴായി മറിക്കുകയും അവരുടെ ഇടയിൽ അനൈക്യമുണ്ടാക്കി അവരെ തന്നെ ശത്രുക്കളാക്കി മാറ്റുകയും ചെയ്യുന്ന പല പണ്ഡിതന്മാരും പ്രാർത്ഥിക്കാറുള്ളത് പോലെ അള്ളാഹുവെ, ഈ തരത്തിലുള്ള നാശം മുസ്ലിങ്ങൾക്കെതിരിൽ ആര് കൊണ്ടുവരുന്നുവോ അവരെ നീ നശിപ്പിച്ച് ദുനിയാവിൽ തന്നെ ഇല്ലായ്മ ചെയ്ത് ലോകത്തിനടക്കം അവരിൽ അള്ളാഹുവെ നീ രക്ഷ നൽകി അനുഗ്രഹിക്കണമേ. അള്ളാഹുവെ, ഞങ്ങളുടെ ജോലികളിൽ, കച്ചവടങ്ങളിൽ, കൃഷികളിൽ, പ്രവാസികളുടെ ജീവിതത്തിൽ, ഞങ്ങളുടെ വരുമാനങ്ങളിൽ, കച്ചവടങ്ങളിൽ, എല്ലാറ്റിലും അള്ളാഹുവെ നീ ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യണമേ. അതിലേറെ ഞങ്ങളുടെ മക്കളാലും മാതാപിതാക്കളാലും ഭാര്യാഭർത്താക്കന്മാരും ബന്ധുമിത്രാദികളാലും മാതാപിതാക്കളാലും അള്ളാഹുവെ ഞങ്ങൾക്ക് നീ കൺകുളിർമ നൽകി അനുഗ്രഹിക്കണമേ, സന്തോഷം നൽകി അനുഗ്രഹിക്കണമേ. കണ്ണിൽ നിന്ന് ചൂട് വറക്കുന്ന അവസ്ഥയില്ലാത്ത, കണ്ണിന് ഖുർറത്തുഅയ്ൻ കുളിർമയുണ്ടാക്കുന്ന അവസ്ഥയും അതിനനുസരിച്ച് ഉയരാനുള്ള വിശ്വാസപരമായ ബലവും അള്ളാഹുവെ ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, ദുനിയാവിലേക്ക് അതിന്റെ താല്പര്യങ്ങളിലേക്കും പോകാതെ യഥാർത്ഥ ഈമാനിന്റെ കരുത്തോടുകൂടി വിശ്വാസികളായി തുടർന്നും ജീവിക്കാനുള്ള വിശ്വാസവും അറിവിന്റെ പിൻബലവും ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. ഞങ്ങളുടെ ബന്ധുമിത്രാദികൾക്കും മാതാപിതാക്കൾക്കും ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചുപോയവർക്കും ഞങ്ങളെയൊക്കെ പോറ്റി വളർത്തിയ മാതാപിതാക്കൾക്കും ചെറുപ്പത്തിലോ അകലങ്ങളിലോ മരണപ്പെട്ടുപോയ എല്ലാ ആളുകൾക്കും വിശ്വാസികൾക്ക് അള്ളാഹുവെ അവരുടെ പാപങ്ങൾ നീ പുറത്തു കൊടുക്കും. നാളെ ഞങ്ങളെയും അവരെയും നീ വാഗ്ദാനം ചെയ്തതുപോലെ മാതാപിതാക്കളോട് ചേർക്കപ്പെടുന്ന മക്കളായി, മാതാപിതാക്കളെയും മക്കളെയും ഭാര്യാഭർത്താക്കന്മാരെയും ബന്ധുക്കളെയും ഒരുമിച്ച് കൂട്ടുന്ന ആ സ്വർഗീയ സുഖം ആസ്വദിക്കാൻ അള്ളാഹുവെ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കാൻ നടത്തുവാൻ. അള്ളാഹുവെ, ഞങ്ങളുടെ മാതാപിതാക്കൾ വിഷമിച്ച് ജീവിച്ച് ഞങ്ങളുടെ സുഖമോ സന്തോഷമോ കാണാൻ കഴിയാതെ മരിച്ചുപോയവരാണ് ഏറെ ആളുകളുടെയും മാതാപിതാക്കൾ. അള്ളാഹുവെ, അവരെയൊക്കെ സന്തോഷത്തിൽ ഞങ്ങളെ നീ ഒരുമിച്ച് കൂട്ടണമേ റഹ്മാനെ. അവരുടെ പാപങ്ങൾ നീ പുറത്തു കൊടുക്കണമേ റഹ്മാനെ. ഞങ്ങളുടെ മരിച്ചുപോയ എല്ലാ ആളുകൾക്കും അവരുടെ പാപങ്ങൾ നീ പുറത്തു കൊടുത്ത് ഞങ്ങളുടെ പാപങ്ങൾ പുറത്തു തന്ന് പാപങ്ങളില്ലാത്തവരായി നാളെ നിന്നെ കണ്ടുമുട്ടുന്ന യഥാർത്ഥ സ്വർഗത്തിന്റെ അവകാശികളിൽ